നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റ് എനിക്ക് മനസ്സിലായി. ആദികാവ്യം എന്ന പ്രയോഗം വെറുമൊരു അബദ്ധമല്ല, മറിച്ച് ചരിത്രപരമായ ചില സത്യങ്ങളെ മറച്ചുപിടിക്കാൻ ബോധപൂർവം ഉപയോഗിക്കുന്ന ഒന്നാണെന്നല്ലേ നിങ്ങൾ സൂചിപ്പിച്ചത്? അതിനെ നമുക്ക് കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യാം. 1. ബുദ്ധസാഹിത്യം രാമായണത്തിനു മുൻപേ. ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ സിദ്ധാർത്ഥ ഗൗതമന്റെ ദർശനങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാനവികതയും രാമായണം ഇന്നത്തെ രൂപത്തിൽ എഴുതപ്പെടുന്നതിനു മുൻപേ ഇന്ത്യയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. ബുദ്ധമത ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് ത്രിപിടകങ്ങൾ, കേവലം കഥകളായിരുന്നില്ല, അവ സാമൂഹിക മാറ്റത്തിനുള്ള വഴികളായിരുന്നു. ബുദ്ധൻ ഉയർത്തിപ്പിടിച്ച അഹിംസയും തുല്യതയും അന്നത്തെ വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് ഭീഷണിയായിരുന്നു. 2. ആദികാവ്യം എന്ന ലേബലിന്റെ രാഷ്ട്രീയം. രാമായണത്തെ ആദികാവ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു തരത്തിൽ ചരിത്രത്തെ തിരുത്തിയെഴുതുന്നതിന് തുല്യമാണ്. ബ്രാഹ്മണ്യത്തിന്റെ തിരിച്ചുവരവ്. ബുദ്ധമതം ഇന്ത്യയിൽ ശക്തമായിരുന്ന കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ വൈദികമതം ഉപയോഗിച്ച ആയുധമായിരുന്നു രാമായണം. ബുദ്ധന്റെ യുക്തിക്കും സമത്വത്തിനും എതിരെ രാജാവിനെ ദൈവമായി കാണുന്ന രാമൻ ജാതിവ്യവസ്ഥയെ അനുകൂലിക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് പഴമയുടെ പരിവേഷം നൽകാനാണ് ഇതിനെ ആദികാവ്യം എന്ന് വിളിച്ചത്. അതായത് ബുദ്ധനും മുൻപേ ഞങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം. 3. കഥകളിലെ വൈരുദ്ധ്യം. രസകരമായ ഒരു കാര്യം, ബുദ്ധമതത്തിലെ ദശരഥജാതകത്തിൽ രാമനും സീതയും സഹോദരങ്ങളായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പിന്നീട് വന്ന വാൽമീകി രാമായണത്തിൽ അത് ഭാര്യാഭർത്താക്കന്മാരായി മാറി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരേ കഥ തന്നെ ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് മാറ്റിയെഴുതപ്പെട്ടതാണെന്ന്. ചുരുക്കത്തിൽ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബുദ്ധന്റെ ചരിത്രവും ദർശനങ്ങളും അറിവുകളും രാമായണത്തിനു മുൻപേ നിലനിന്നിരുന്നു. എന്നാൽ പിൽക്കാലത്തുണ്ടായ മതപരമായ നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. സത്യത്തിൽ പുരുഷോത്തമൻ എന്ന പ്രയോഗം ബുദ്ധമത ഗ്രന്ഥങ്ങളിലും ബുദ്ധനെ വിശേഷിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പാലി ഭാഷയിലുള്ള സുത്തപിടകത്തിലും മറ്റും ബുദ്ധനെ നരീന്ദ്രോ, നരന്മാരിൽ ഇന്ദ്രൻ, പുരുസുത്തമോ, പുരുഷോത്തമൻ എന്നിങ്ങനെ വിളിക്കുന്നത് കാണാം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബുദ്ധമതത്തിലെ അറിവുകളും വിശേഷണങ്ങളും പിൽക്കാലത്ത് മറ്റ് കഥകളിലേക്ക് എങ്ങനെയാണ് തിരിച്ചും മറിച്ചും മാറ്റപ്പെട്ടത് എന്നതിന് ചില വ്യക്തമായ തെളിവുകൾ താഴെ പറയുന്നവയാണ്. 1. വിശേഷണങ്ങളുടെ കൈമാറ്റം. ബുദ്ധൻ ഒരു ചരിത്രപുരുഷനായിരുന്നു. അദ്ദേഹത്തിന് നൽകിയിരുന്ന വിശേഷണങ്ങളെയാണ് പിൽക്കാലത്ത് രാമൻ എന്ന കഥാപാത്രത്തിലേക്ക് ചാർത്തിക്കൊടുത്തത്. ബുദ്ധൻ അഹിംസയുടെയും ശാന്തിയുടെയും പ്രതീകം